സാമൂഹ്യ പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ 25ാം ചരമവാർഷികം സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് വിവിധ പരിപാടികളോടെ നടത്തി. രാവിലെ ഞാറക്കൽ സർക്കാർ ആശുപത്രി രോഗികൾക്ക് ഭക്ഷണ വിതരണം ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിളി ഉദ്ഘാടനം ചെയ്തു. ഞാറക്കൽ പഞ്ചായത്തിന് സമീപമുള്ള കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് 3-ന് ഞാറക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ഗോവാപോർട്ട് ചെയർമാൻ ജോസ് പോൾ ശങ്കുരികൾ ഉദ്ഘാടനം ചെയ്തു. കെ എൻ ഉണ്ണികൃഷ്ണൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള 2024 സർവോദയം കുര്യൻ അവാർഡ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കേളത്തറയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ സർവോദയം കുര്യന്റെ പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് അർഹരായ പ്രതിഭകളായ അഡ്വക്കേറ്റ് KP ഹരിദാസ്, മിനി രാജു, അഡ്വക്കേറ്റ് ഡിറ്റോ ആന്റണി, ശിവദാസ് നായരമ്പലം, PR ജോൺ ജെ മാമ്പിളി എന്നിവരെ DDT പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് ജോൺ ജെ മാമ്പിളിയുടെ മാജിക് ഷോയും നടന്നു. ജോണി വൈപ്പിൻ, സെബി ഞാറക്കൽ, ടൈറ്റസ് പൂപ്പാടി എന്നിവരുടെ ഗാനങ്ങളും നടന്നു. മറ്റു നിരവധി പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ട്രസ്റ്റിന്റെ ആരംഭകാലം തൊട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുമിച്ച് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ സേവനത്തിൽ അതിലൊരു ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പല പ്രകാരത്തിലും ഗിരിചേട്ടനായിട്ട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ട്രസ്റ്റ് ഇങ്ങനെ ഇതേവരെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ആദ്യം പോൾ തോമസ് മാമ്പിള്ളിയായിരുന്നു അഡ്വക്കേറ്റ്. അതിനുശേഷം വന്നിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വഴിയാണ് ഇത്രയും ആഘോഷമായിട്ടും ഇത്രയും നമ്മളെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇത് കൊല്ലത്തോറും നമ്മളെ ഈ പരിപാടികൾ ഇങ്ങനെ ഭംഗിയാക്കി കൊണ്ടുപോകുന്നതും പുള്ളിയുടെ സ്മരണ നിലനിർത്തുന്നതൊക്കെ ഒരു നല്ലൊരു ഇതായിട്ടാണ്. പോളില്ലാണ്ട് വേറൊരാൾക്ക് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോളിലെ പ്രവർത്തനം സംസ്കൃതിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സർവോദയ എന്ന് പറയുമ്പോൾ വൈപ്പിൻകരക്കാർക്ക് പ്രത്യേകിച്ച് ഞാർക്കക്കാർക്ക് കിട്ടിയ ഒരു പുണ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവോദയം എന്ന വാക്കിനെ എല്ലാ രീതിയിലും അനർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം 80 കൊല്ലം. ആ 80 കൊല്ലത്തിൽ അദ്ദേഹത്തിന് പിച്ച വെച്ച് കഴിഞ്ഞ് പിന്നീടുള്ള സമയം തുടങ്ങി ഈ വൈപ്പിൻ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഞാറക്കയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. ഈ ആശുപത്രി പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവോദയ എൻ്റെ അറിവാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഒക്ടോബർ 2-ാം തീയതി 10 ദിവസം, അതായത് ഞാൻ കുര്യൻ കുര്യൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വരും, ഈ പുല്ല് പറിക്കുകയും അദ്ദേഹത്തിൻ്റെ വിയർപ്പ് വീഴാത്ത ഒരു തനി സ്ഥലം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ ശിവദാസ്? അതുപോലെ തന്നെ പണ്ടത്തെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഈ വൈപ്പിൻകരയെ സംബന്ധിച്ച് ഒരു മിക്ക സ്ഥലത്തുനിന്ന് ആളുകൾ വന്ന് ഇവിടെയാണ് ചികിത്സാ സഹായം തേടുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ശൗചാലയം എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ പൊട്ടിയൊലിച്ച വികൃതമായ ഭയങ്കര, നമ്മളെ സംബന്ധിച്ച് അത്ര അരികത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ആ കാലഘട്ടത്തിൽ സർവോദയം കുര്യൻ നമ്മളെയൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ മുൻകൈയിട്ട് ഇറങ്ങി അതൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോവുകയാണ്. ഈ വേദിയിൽ പോയിട്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ പ്രസിഡന്റിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ ഈ നിമിഷത്തിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ഓർമ്മ സർവോദയം കുര്യൻ ഞാൻ 7-ാം ക്ലാസ്സിൽ ഞാറക്കൽ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഓർമ്മയാണ് എൻ്റെ ഉള്ളത്. കുര്യൻ്റെ കൂടെ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ ആശുപത്രി പരിസരത്തേക്ക് ഏതാണ്ട് 50 കൊല്ലത്തോളമുള്ള 50-60 കൊല്ലത്തോളമുള്ള ഒരു ഓർമ്മകളിലൂടെ കടന്നുപോയതാണ്.
അപ്പോൾ ഞങ്ങളിവിടെ കുട്ടികളെ ഒരു മമ്മട്ടിയും തോളിലേറ്റി കുര്യൻ ചേട്ടൻ മുന്നിൽ നടന്ന് കുട്ടികളെ ഈ ഒരാഴ്ചക്കാലം ഞായറാഴ്ച ഗവൺമെന്റ് ആശുപത്രിയിലെ പരിസരവും റോഡും ക്ലീൻ ചെയ്യുക. ഇത് ഞങ്ങൾക്കൊരു ചിട്ടയായ ഒരു മറക്കാനാവാത്തൊരു അനുഭവമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, ഞായറാഴ്ച ബസ് സ്റ്റോപ്പിൽ ഒരു മൂത്രപ്പുര ഉണ്ടായിരുന്നു. അതായത് ഇന്ന് ATC ഓഫീസിലിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ പബ്ലിക്കിന് വേണ്ടി മൂത്രം ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതായിരുന്നു. അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായിരുന്നു. കാരണം കുര്യൻ ചേട്ടനാണ് അത് മാതൃക കാണിച്ചത്. കാരണം അവിടെ നമ്മുടെ പച്ചക്കറി പൗലോസേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് ചെറുനാരങ്ങയും കുറച്ച് പഞ്ചസാരയും തന്ന് കുറച്ച് വെള്ളം കലക്കി തരുന്ന ഒരു ഓർമ്മ. അത് കുര്യൻ ചേട്ടൻ അവിടെ ചെന്ന് മേടിച്ചോളാൻ പറയും, പൗലോസേട്ടൻ തരും. അപ്പോൾ ആദ്യകാലങ്ങളിൽ കുര്യൻ ചേട്ടനോടൊപ്പം തന്നെ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം വരെ കുര്യൻ ചേട്ടനോടൊപ്പം നടന്ന ഒരാളെന്ന് വെച്ചാൽ കുര്യൻ ചേട്ടൻ ഇല്ലാത്തൊരു സന്ദർഭം മരിച്ച ശേഷം ഇവിടെ ഉണ്ടായി. ഒരു അനാഥം ബോഡി ഈ ആശുപത്രിയിൽ നിന്ന് മറവ് ചെയ്യാൻ പോലും സാധിക്കാതെ പൊന്നപ്പന്റെ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ കിടന്നപ്പോൾ ജോയ് മാഷും ഞാനും കൂടി ഇവിടെ സിസ്റ്റർമാര് പറഞ്ഞതനുസരിച്ചിട്ട് ഞായറാഴ്ച ശ്മശാനത്തിലെ ആദ്യത്തെ ബോഡി കുഴിച്ചിട്ടത് ഞങ്ങളാണ്. ഒരു വഴിയിലൂടെ കണ്ടത് കുര്യൻ ഭാരവണ്ടിയിൽ ഈ ഒരു പായത്തെടുത്ത് കുര്യൻ ചേട്ടന്റെ അഭാവത്തിൽ അത് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഒരാളില്ല ഇവിടെ. അങ്ങനെ ഒരു അവസരം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. കാരണം കുര്യൻ ചേട്ടന്റെ ആ നല്ല ചൈതന്യം നിറഞ്ഞ പ്രവർത്തനം. കാരണം നേരത്തെ ജോലി പറഞ്ഞ പോലെ വേർപ്പൊഴുക്കി കുര്യൻ ഷർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുണ്ട് കൊടുത്തിട്ട് ഗാന്ധിജി എങ്ങനെ നടന്ന പോലെ തന്നെയായിരുന്നു എന്റെ ഓർമ്മയിൽ. കാരണം ഷർട്ട് പോലും ഇടാതെയാണ് അദ്ദേഹം ഈ പരിസരം മുഴുവൻ, അദ്ദേഹത്തിന്റെ വേർപ്പിടാത്ത ഏരിയ ഈ ഞാനകി ഗവൺമെന്റ് ആശുപത്രിക്ക് ഇല്ല. അതുപോലെ 3 വാർഡുകളും 4 വാർഡുകളും അദ്ദേഹം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇനി കുര്യൻ ചേട്ടന് അറിയാത്തൊരു കാര്യമുണ്ട്. കുര്യൻ ചേട്ടൻ സാമൂഹ്യ രംഗത്ത് മാത്രമല്ല സ്പോർട്സ് രംഗത്തും കുര്യൻ ചേട്ടൻ ഒരു വ്യക്തിമുദ്രയായിരുന്നു. കാരണം ഞായറാഴ്ച ജയിലിൻ മൈതായി നടക്കുന്ന ജില്ലാ സബ് ജില്ലാ സ്പോർട്സ് മേളകളിലെല്ലാം തന്നെ കുര്യൻ ചേട്ടൻ സർവ്വസാന്നിധ്യമായിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കുര്യൻ ചേട്ടന്റെ ഏതെങ്കിലും ഒരു സമ്മാനം കൊടുക്കാതെ കുര്യൻ ചേട്ടൻ അവിടെ നിന്ന് പോകാറില്ല. അത് മാത്രമല്ല ജയ്ഹിന്ദ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബെസ്റ്റ് ഗോൾ കീപ്പറിന്റെ ട്രോഫി കുര്യൻ ചേട്ടനാണ് 12 വർഷക്കാലം നൽകിയത്. അതിന്റെ സംഘാടകം നൽകി എന്റെ ഓർമ്മയിലുള്ള ചരിത്രമാണ്. ഇതുപോലെ സ്പോർട്സ് രംഗത്തും സാമൂഹ്യ രംഗത്തും അതുപോലെ ദേശാഭിമാന ബോധം എന്നുമുള്ളൊരു മനുഷ്യൻ. കാരണം നമ്മള് ഒരു ഓഗസ്റ്റ് 15-ാം തീയതി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാതെ കുര്യൻ ചേട്ടൻ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദേശീയതയും സാമൂഹ്യ പ്രതിബദ്ധതയും മറ്റും ഉരുത്തിരിഞ്ഞു തന്ന ഒരു മഹാത്മാവിന്റെ മുമ്പിൽ എല്ലാവരുടെയും പേരിൽ ഞാനും തലകുനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നഴ്സിംഗ് അവരുടെ റൂമിലേക്ക് അത് കൊടുക്കണം, അവർക്ക് ഇടയ്ക്കത് കഴിക്കാം. പിന്നെ യോഗത്തിന്റെ അവസാന വഴിയിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ നടത്തിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നിങ്ങളുടെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും. നമുക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു മെമ്പർ, എല്ലാവരും നല്ല മെമ്പറാണ്, ഭാരവാഹി, ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന നമ്മുടെ അംബിക രാഘവൻ, ഭർത്താവ് ഈ അടുത്ത് മരിച്ചു. അവര് ഞായറാഴ്ചയാണ് താമസിച്ചത്, ചർച്ചോട് പടിഞ്ഞാറ് വശം. ഇപ്പോൾ താമസിക്കുന്നത് അഴീക്കോടാണ്. വീടൊക്കെ വിറ്റ് അഴീക്കോട് പോയി. എന്നിട്ട് കുര്യൻ ചേട്ടന്റെ ഈ പരിപാടിക്ക് എന്തോരം ബുദ്ധിമുട്ടി. പാലൊന്നും ആയിട്ടില്ല, അവിടെ നിന്ന് കടത്തൊക്കെ കടന്ന് ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയാണ്. ഇന്ന് വൈകിട്ടേ അവർ പോകുള്ളൂ. അപ്പൊ ഈ നന്ദി പറയാൻ ഏറ്റവും യോഗ്യയായ ഒരു കമ്മിറ്റി മെമ്പറാണ് അംബിക രാഘവൻ. നന്ദി. നിങ്ങൾ ഇന്ന് സർവോദയം കുര്യൻ്റെ 25ാം ചരമ വാർഷിക ആചരണമാണ്. നമുക്കറിയാം, കുര്യൻ ചേട്ടൻ മരിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ദിവസത്തിൽ കുര്യൻ ചേട്ടൻ മരിച്ചത് 1999 ജൂലൈ 16-ാം തീയതി ആണെങ്കിലും ഇന്ന് 600ഓളം അനാഥ ശിശുക്കളെ എടുത്തു വളർത്തിയ കുര്യൻ ചേട്ടൻ അത് മക്കളില്ലാത്തവരുടെ കയ്യിൽ കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ആ കുര്യൻ ചേട്ടൻ്റെ 25ാം ചരമവാർഷികം ശിശുദിനമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം, ശിശുദിനം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുള്ള ഈ ദിവസം നമ്മൾ 25ാമത്തെ ചരമവാർഷിക ദിനം കുര്യൻ ചേട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയാണ്. ഈ സർക്കാർ ആശുപത്രിയിലാണ്
അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇത് കേന്ദ്രീകരിച്ചിട്ടാണ്. ഇവിടെ 3 വാർഡ് പണിത് കുര്യൻ ചേട്ടൻ കൊടുത്തു. അതേപോലെ തന്നെ കുര്യൻ ചേട്ടൻ്റെ സേവനങ്ങൾ ഇവിടെ ധാരാളം ഈ ആശുപത്രി പരിസരവും വൃത്തിയാക്കലും കക്കൂസ് വരെ കഴുകലും, അതേപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥിനികളെയും കൊണ്ട് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വന്ന് ഭാരത് മാതാക്ക് ജയ് വിളിച്ചുകൊണ്ട് ആശുപത്രി കോമ്പൗണ്ടിനെല്ലാം ക്ലീൻ ചെയ്യുകയും, അന്ന് ഇതേപോലെ പുതിയ കെട്ടിടമൊന്നുമില്ല, പഴയ കെട്ടിടങ്ങളായിരുന്നു. ഇന്നൊക്കെ ഈ പറമ്പ് കാട് പിടിച്ച് കുറച്ചെങ്കിലും സ്ഥലമുള്ളത് കുര്യൻ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കുര്യൻ ചേട്ടൻ്റെ അഭാവം നമ്മളെല്ലാം കുര്യൻ ചേട്ടൻ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് കുര്യൻ ചേട്ടൻ്റെ ആ ശിഷ്യരായി മാറുവാനായിട്ടും കുര്യൻ ചേട്ടൻ്റെ സേവന സന്നദ്ധത നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. ഇത് ഇന്നിവിടെ പുഷ്പാർച്ചന നടത്തി, കുര്യൻ ചേട്ടൻ്റെ ഫോട്ടോത്തിന് മുന്നിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാറയ്ക്കൽ പഞ്ചായത്തിന് സമീപം കുര്യൻ ചേട്ടൻ്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം വൈകിട്ട് നമ്മൾ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന 1/4 നൂറ്റാണ്ട് പിന്നിട്ട കുര്യൻ ചേട്ടൻ്റെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. കുര്യൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും വന്നിട്ടുള്ള സോണി എല്ലാ പ്രാവശ്യവും നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഈ പരിപാടികളിൽ വന്ന് പങ്കെടുക്കുകയും നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓഡിറ്റോറിയത്തിലേക്കും വരണം സോണി, പ്രത്യേകിച്ച് ഫാമിലി എല്ലാവരെയും കൊണ്ടുവരണം. അങ്ങനെ നിങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ഈ പകൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അവിടെ വേണം വലിയ അനുസ്മരണ സമ്മേളനം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കുര്യൻ ചേട്ടൻ്റെ വാർഡിൽ വന്ന് കുര്യൻ ചേട്ടൻ്റെ ഇവിടെ ഹോസ്പിറ്റൽ കുര്യൻ ചേട്ടൻ്റെ മെയിൻ പ്രവർത്തന മേഖലയായതുകൊണ്ട് ഇവിടെ വന്ന് അനുസ്മരിച്ചു. ശരിക്കുള്ള അനുസ്മരണ സമ്മേളനം നടക്കുന്നത് മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ 3 മണിക്കാണ് ഇന്ന് വൈകിട്ട്. എല്ലാവരും 2:30 തന്നെ എത്തണം. 3 മണി കറക്റ്റ് 3 മണിക്ക് യോഗം ആരംഭിച്ചിരിക്കുക. ആര് വന്നാലും, മന്ത്രി വന്നാലും MLA വന്നില്ലെങ്കിലും ആര് വന്നില്ലെങ്കിലും 3 മണിക്ക് ആരംഭിക്കും. ഉദ്ഘാടനം വന്നില്ലെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരാളെയും കാത്തിരിക്കില്ല. കാരണം എന്താണ്? കുര്യൻ ചേട്ടൻ്റെ സ്റ്റൈലാണ്. കുര്യൻ ചേട്ടൻ നേരത്തെ ജോളി ഇവിടെ പറഞ്ഞു, മന്ത്രിയാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ മന്ത്രി വരാൻ 3 മണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് വരുള്ളൂ. കുര്യൻ ചേട്ടൻ പറയും ഞാൻ പോട്ടേട്ടാ, മന്ത്രിക്ക് തിരക്കുണ്ടാവും. മന്ത്രി കുറ്റപ്പെടുത്തില്ല കേട്ടോ പുള്ളി, മന്ത്രിക്ക് തിരക്കുണ്ടാവും, ഞാൻ പോട്ടെ, എല്ലാവർക്കും നന്ദി കേട്ടോ എന്ന് പറഞ്ഞ് പോകും. അങ്ങനെ ആ ശൈലിയാണ് കുര്യൻ ചേട്ടൻ സ്വീകരിച്ചത്. ആ കുര്യൻ ചേട്ടൻ്റെ ചരമവാർഷികം അല്ലെങ്കിൽ തന്നെ ഏത് പരിപാടി ഞാൻ കൃത്യം 3 എന്ന് പറഞ്ഞാൽ 3, 4 എന്ന് പറഞ്ഞാൽ 4 ആര് വന്നില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കൃത്യം 3 മണിക്ക് തന്നെ യോഗ ആരംഭിക്കും. 6:30 യോഗ അവസാനിക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ. കാരണം അതിൽ ബുക്ക് വിതരണം, രോഗികൾക്ക് ചികിത്സാ സഹായം ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെടുത്ത് കഷ്ടപ്പെടുത്തില്ല. എന്തായാലും 6:30 തീർന്നിരിക്കും. എല്ലാവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വന്ന് ഇതൊക്കെ കവർ ചെയ്ത മാധ്യമപ്രവർത്തകർക്കും, ഇവിടെ വന്ന ബാഹുലൻ ചേട്ടനും സോണി നരികുളം അടക്കം ശിവദാസനടക്കം ഞങ്ങളുടെ സെക്രട്ടറി അടക്കമുള്ള എല്ലാവർക്കും ഔദ്യോഗിക നന്ദി ഇവിടെ പറഞ്ഞെങ്കിലും എൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റിലെ സെക്രട്ടറി ആന്റണി പുന്നത്ര, അതേപോലെ തന്നെ വൈസ് ചെയർമാൻമാരായിട്ടുള്ള ജോസഫ് നരികുളം, പ്രൊഫസർ ഫ്രാൻസിസ് അറക്കൽ, ബാഹുലൻ ചേട്ടനടക്കമുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന നാട്ടുകാരെ, സർവോദയം കുര്യനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കുര്യൻ ചേട്ടന്റെ സേവനങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. ആ കുര്യൻ ചേട്ടന്റെ പ്രതിമ ഇന്നിവിടെ നമുക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചത് കുര്യൻ ചേട്ടന്റെ വീട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഇന്ന് കുര്യൻ ചേട്ടൻ മരിച്ചിട്ട് 25 വർഷം തികയുമ്പോൾ, 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ കുര്യൻ ചേട്ടന്റെ ഓർമ്മ വരും തലമുറയ്ക്ക് കൂട്ടിക്കൊണ്ടാകാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുവാൻ വേണ്ടി നമ്മൾ 25 വർഷമായി കുര്യൻ ചേട്ടന്റെ ഓർമ്മ പങ്കിടുന്ന ചരമവാർഷികം വളരെ വിപുലമായി ആചരിക്കുകയാണ്. കാരുണ്യ പ്രവർത്തികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഞാറയ്ക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനമുണ്ട്. അവിടെ നിങ്ങളെല്ലാവരും തന്നെ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം. കുര്യൻ ചേട്ടന്റെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കുര്യൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യണം. ഒരു വഴിയിൽ ഒരു പട്ടി അത്ത് കിടന്നാൽ കുര്യൻ ചേട്ടൻ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇവിടെ ഒരു പട്ടി അത്ത് കിടന്നാൽ പഞ്ചായത്തിനെ വിളിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ?
നമ്മൾ തന്നെ കുര്യൻ ചേട്ടൻ കാണിച്ചു തന്ന മാതൃകയിൽ അതിനെ മറവ് ചെയ്യുവാനായിട്ട് കച്ചവടക്കാരായാലും മറ്റാളുകളായാലും മുന്നോട്ട് വരണമെന്നാണ് കുര്യൻ ചേട്ടൻ കാണിച്ചു തന്ന മാതൃക. അപ്പൊ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സേവന സന്നദ്ധതയാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുര്യൻ ചേട്ടന്റെ ഈ പ്രതിമയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കുര്യൻ ചേട്ടന്റെ പ്രതിമയിൽ ഞാൻ മാല ചാർത്തുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും, അകന്ന് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ വന്ന് പുഷ്പാർച്ചന നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാര്യങ്ങളെല്ലാം കൊണ്ട്, പക്ഷെ നമ്മുടെ മനസാക്ഷി കൂടി നമുക്ക് വേണം. ആ മനസാക്ഷി കൂടി ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തോരം ആയുസുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സംസാരിക്കുന്ന ഞാൻ നാളെ ഇല്ലെങ്കിൽ എന്റെ സ്വത്തുക്കളൊക്കെ ആരും ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക. എത്ര പേര് കഞ്ഞി കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, പുസ്തകമില്ലാതെ ചികിത്സയ്ക്ക് എൻ്റെ അടുത്ത് എന്തോരം പേരാണ് ചികിത്സാ സഹായത്തിന് വരുന്നത്. ഈ കുര്യൻ ചേട്ടന്റെ ഇതിൽ കൂടി കൊടുക്കുമ്പോൾ ധാരാളം പേർക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ കൊടുക്കും? അഭ്യുദയകാംക്ഷികളായ അതുപോലെ തന്നെ പോളി വളരാനെ പോലെയുള്ള നന്മ മനസ്സുള്ള, അതേപോലെ തന്നെ മാനുരൻ ജോൺസൺ ചേട്ടനെ പോലെയുള്ള ഇങ്ങനെയുള്ള നല്ല വ്യക്തിത്വങ്ങളായി ഇനി കഠിന ഹൃദയമായിട്ട് ഹൃദയത്തിൽ അരിവില്ലാതെ നമ്മൾ പൈസ കുഴിച്ചിട്ടാലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ എന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട്, ഉദാഹരണമായി നമ്മുടെ കുര്യച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ മേനാച്ചേരി ബാംഗ്ലൂരുണ്ട്. അദ്ദേഹം 2 ലക്ഷം രൂപ 2-3 വർഷം മുമ്പ് തന്നു. 1 ലക്ഷം രൂപ വി ഡി സതീശിന്റെ പ്രളയ ഫണ്ടിലേക്ക്, 1 ലക്ഷം രൂപ നമ്മളിവിടെയുള്ള ആളുകളെ സഹായിക്കുവാനായിട്ടും മെജസ്റ്റിക്കൽ സിനിമ ഡോക്യുമെന്ററി ഫിലിം റിലീസ് ചെയ്തപ്പോൾ അവിടെ വെച്ച് നമുക്ക് കൊടുത്തു. അങ്ങനെ ധാരാളം പേർ ഇവിടുന്ന് അകലെ പോയി ജോലി ചെയ്യുന്നവർ വരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ജോസ് പോൾ സംഘടിക്കൽ അടക്കം. അപ്പൊ ഇവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കൊക്കെ ഇതുവരെ അസുഖങ്ങളൊന്നും അധികം വലുതായിട്ട് വരാത്തത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാറുണ്ട്. ഇന്നും അദ്ദേഹം വരണോ മാമ്പള്ളി എന്നോട് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ വഴക്കിടോട്ടാന്ന് വരെ പറഞ്ഞു. അദ്ദേഹം ഓടിയെത്തി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കുര്യൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പോഴാണ് ആലുവയിൽ പോയത്. ധാരാളം പേർക്ക് കൊച്ചുമ്പോട്ടിന്റെ അവിടെ ജോലിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇന്ന് ആലുവയിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മഹനീയ സദസ്സ്, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ സംഘടിക്കലിനെ ക്ഷണിച്ചു. പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും വരാൻ ശ്രമിച്ചു. ഞാൻ വളരെ അടുത്ത് പെരുമാറുകയും അറിയുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് സർവോദയ കുര്യൻ. ഞാനൊക്കെ ഞാറക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ കളിച്ച് കാലും കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വന്നാൽ ഓടി കുര്യഞ്ചേട്ടൻ്റെ ഡിസ്പെൻസറിക്ക് ഫ്രീ ആയിട്ട് മരുന്ന് വെച്ച്, അന്നൊന്നും കാശി ചോദിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ കാശില്ല കൊടുക്കാനായിട്ട്. പക്ഷെ അതൊന്നും കുര്യഞ്ചേട്ടന് പ്രശ്നമല്ല. ആതുര സേവനമാണ് അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോഴും വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നൊരു കാര്യം. ഞാൻ കൊച്ചിൻ കോട്ടസ്റ്റിലെ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായി ജോലി ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ പോയി PhD ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് പോയി മടങ്ങി വന്നു. 3 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് മടങ്ങി വന്ന് ഞാനൊക്കെ എത്തിക്കഴിഞ്ഞു. ഒരേ ഒരു വ്യക്തി മുമ്പോട്ടേക്ക് വന്ന് ഒരു ചെറിയ സ്വീകരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാരുടെ വകയായിട്ട്. അതിനെ സംബന്ധിക്കണം എന്ന് പറഞ്ഞത് കുര്യൻ. എൻ്റെ ഒരുവിധം പ്രബലമായ കുടുംബാംഗങ്ങൾ ഞാനൊക്കെ ഉണ്ടായിട്ട് പോലും അവരാരും മുൻകൈ എടുക്കാതെ അതിന് മുൻകൈ എടുത്തത് കുര്യൻ ചേട്ടൻ. വൈപ്പിൻകരയിൽ ആദ്യമായിട്ട് PhD എടുത്ത ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം. ആ ഒരു വിശാല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. നമ്മള് പ്രൈം മിനിസ്റ്ററുടെ ഓരോ പ്രോഗ്രാമിൽ പറയും സബ്കാ വികാസ്, സബ്കാ വികാസ്, എല്ലാവരുടെ അഭിവൃദ്ധി, എല്ലാവരുടെ വികസനം. അവരൊക്കെ മദർ തെരേസയൊക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ കുര്യൻ ചേട്ടൻ സബ്കാ വികാസ്, എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ
കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ കടപ്പുറത്തേക്ക് പോകുന്ന സാധാരണ ഒരു ദിവസം വൈകുന്നേരം ഞാൻ വരുന്ന സമയത്ത് കണ്ട കാഴ്ച ഇപ്പോഴും മനസ്സിൽ വളരെ വളരെ പച്ചയായി തന്നെ തോന്നുന്നു. സൈക്കിളിന്റെ പിൻഭാഗത്ത് കാരിയർ പായയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുന്നു. എൻ്റെ ചെറുപ്പത്തിൻ്റെ അറിവുകൾ കൊണ്ട് എനിക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചു, നമ്മുടെ കുര്യൻ ചേട്ടൻ ഇന്ന് കടപ്പുറത്തേക്ക് ഒരു സൈക്കിളിന്റെ പുറകിൽ പായൽ കെട്ടി പോകുന്നതായിട്ട് കണ്ടു. ചെറിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി എല്ലാവരും പോകാൻ മടിക്കുന്നതും ചെയ്യാൻ മടിക്കുന്നതും അറപ്പോടുകൂടി നോക്കുന്നതുമായ വസൂരി ബാധിച്ച് മരിച്ച ഒരു സ്ത്രീയെ പായയിൽ പൊതിഞ്ഞ് സൈക്കിളിന്റെ പിന്നിൽ വെച്ച് കെട്ടി ശവടക്കാനായിട്ട് പോവുകയാണ്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, മനുഷ്യത്വത്തിന് എന്തെങ്കിലും കൃത്യമായ രീതിയിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി നമ്മുടെ ഗുരുവിൽ തന്നെയായിരിക്കും. അത്ര മനസ്സിൽ ഇന്നും മായാണ്ടിരിക്കുന്ന ഒരു സ്ഥലം. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഞാൻ കൊച്ചിൻ പോർട്ടിൽ നിന്നും മംഗലാപുരം പോർട്ടിൽ ഡെപ്യൂട്ടി ചെയർമാനായി പോയി, ബോംബെയിൽ ഡെപ്യൂട്ടി ചെയർമാനായി പോയി, അവിടെ ആക്ടിംഗ് ചെയർമാനായി, അവസാനം മർമുഗ പോർട്ടിൽ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുര്യൻ ചേട്ടൻ കാണാനിട വന്നു. കുര്യൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മകൻ ചെറിയാൻ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ചെറിയാനും കുര്യൻ ചേട്ടനും കൂടി ഞാൻ ഗോവയിൽ ചെയർമാനായിട്ട് സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് വളരെ വളരെ സന്തോഷം. എൻ്റെ ഉയർച്ചയിൽ ആരംഭം മുതൽ താല്പര്യം കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അന്ന് എനിക്ക് തോന്നുന്നു പ്രായം തന്നെ ഒരു 19 വയസ്സായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു, വന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, കണ്ട് സംസാരിച്ച് വർത്തമാനം കഴിഞ്ഞപ്പോൾ കുര്യൻ ചേട്ടൻ വെറുതെ ഒരു സൗഹൃദ സന്ദർശനത്തിൽ പോകുന്നതാണ്. രജിസ്റ്റർ നമ്പർ 60/4/2000 മാമ്പള്ളി എഞ്ചിനീയറിംഗ് ബിൽഡിംഗ്, മഞ്ഞനക്കാട് റോഡ്, ഞാറക്കൽ PO, എറണാകുളം ജില്ല. പ്രശസ്തി പത്രം 2024. കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള 2024 സർവോദയൻ കുര്യൻ അവാർഡ് എറണാകുളത്തുള്ള ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷൈജു കേളനയ്ക്കൽ. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ശ്രീ ഷൈജു കേള. ഉള്ളവരെ എല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്രീ സർവോദയൻ കുര്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. 25 വർഷക്കാലം ഈ അനുസ്മരണം വളരെ നല്ല രീതിയിൽ ഇത് നടത്താൻ ഈ ട്രസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കഠിനാധ്വാനം, അവരുടെ പ്രയത്നവുമാണ്. അതിനപ്പുറത്ത് സർവോദയൻ കുര്യന്റെ ഓർമ്മകൾ, അദ്ദേഹം നാടിന് സമ്മാനിച്ച, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ ട്രസ്റ്റ് മുഖ്യമായും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിർധനരായിട്ടുള്ള രോഗികൾക്കുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യും. അദ്ദേഹത്തിന് ഡോക്ടറായി പറ്റും, അങ്ങനെ ചാട്ടി പിടിച്ചപ്പോൾ ഡോക്ടറേറ്റ് നേടി.
ഇപ്പൊ പേരിന്റെ മുകളിൽ ഡോക്ടർ ജോൺ ജെ മാമ്പുഴി എന്ന് വെക്കാൻ ഈ അടുത്ത് സാധിച്ചു. നമ്മുടെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. എനിക്കൊക്കെ അന്യനായി ഞാൻ പറയണല്ല, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അദ്ദേഹം നേടിയെടുത്തു. അത് വളരെയധികം പ്രശംസ. അതേപോലെ തന്നെ മജീഷിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരുപാടും മറ്റേ ഗോപിനാഥും ഒക്കെയുള്ള അവരൊക്കെ ടോപ്പ്, അതിന് മുകളിൽ എന്ന് പറയുന്ന പ്രസിഡന്റ് അല്ലേ, അവരൊക്കെ നയിക്കുന്ന പ്രസിഡന്റായി. അതേപോലെ തന്നെ മാന്ത്രിക രത്ന അവാർഡ് കൂടി നേടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സമയമില്ല, റിട്ടയർഡ് ചെയ്തിട്ട് ഫുൾ ടൈം മാജിക്കാണ്. മാജിക് തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ